ചില ദിവസങ്ങളിൽ ചുമ്മാ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങനത്തെ ക്ഷീണം വരുന്ന ദിവസങ്ങളില്ലേ, അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം കാശിക്കൂട്ടനെ ഉറക്കിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൻ ഉറങ്ങാൻ താമസിച്ചപ്പോഴേക്കും ആകെപ്പാടൊരു ടയർഡായിപ്പോയി ഞാൻ. അങ്ങനെ അവൻ ഉറങ്ങിയെന്ന് ഒന്നും കൂടി ഉറപ്പിച്ചതിന് ശേഷം ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പം പുട്ടും പഴവും അതുപോലെ ചെമ്മീനും മാങ്ങയും തോരനുമായിരുന്നു കേട്ടോ ഇന്നത്തെ കറി. അപ്പോൾ എനിക്ക് ആ കറി നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും പുട്ടിൻ്റെ കൂടെ ഇത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊരു ഉഷാർ വന്നപ്പോൾ ബാക്കി പരിപാടികളും കൂടി അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചു. അല്ലെങ്കിൽ അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയിട്ട് ബാക്കി പരിപാടി ചെയ്യാണ് കേട്ടോ. അപ്പോൾ കാശിനെ ഉറക്കുന്നതിന് മുൻപ് തന്നെ മോരുകറി പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കടുക് തളിക്കണമായിരുന്നു. അങ്ങനെ അത് പെട്ടെന്ന് തളിച്ചു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴേക്കും അടുക്കള അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ ഓരോരോ സാധനങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ എന്നാൽ അതങ്ങ് വൃത്തിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഈ രാവിലെ കുഞ്ഞുങ്ങൾ ഈ അടുക്കളയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ട് വന്ന് താഴെ കിടക്കുന്നതും അവിടെ വെച്ചേക്കുന്നതൊക്കെ ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കളിപ്പാട്ടങ്ങൾ എപ്പോഴും അടുക്കളയിൽ കാണും. കാരണം എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നിലത്തിരുത്താനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എല്ലാ ദിവസവും ഒന്നും ഇതുപോലെ ക്ലീനിങ് ഉണ്ടാവില്ല. എല്ലാ ദിവസവും അടുക്കള ഒത്തിരി ഇതുപോലെ സാധനങ്ങളൊന്നും ഉണ്ടാവാറുമില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഇതുപോലെ പഴമൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ ഉണ്ടായ പഴമാണ് കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ ഈ കൂവിച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഒതുക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഈച്ചകളൊക്കെ വരികയാണെങ്കിൽ പിന്നെ മൊത്തത്തിലൊന്ന് ഫുള്ളായിട്ട് തുടച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ലാത്തതുകൊണ്ട് മൊത്തം ഒന്ന് ശരിയാക്കും കേട്ടോ. ഇപ്പോൾ ഈ മാറ്റി വയ്ക്കുന്ന ഈ സ്റ്റാൻഡില്ലേ, അത് നല്ല സ്റ്റാൻഡാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ അത് ഫുള്ളായിട്ട് ഊരിയെടുക്കാവുന്ന തരത്തിലുള്ള സ്റ്റാൻഡാണ് കേട്ടോ. നമുക്ക് കഴുകാനൊക്കെ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് കഴുകിയതുകൊണ്ട് ഫുള്ളായിട്ട് ഞാനങ്ങനെ എല്ലാം മാറ്റി കഴുകാതാണ് കേട്ടോ. പിന്നെ അതെല്ലാം ചെയ്തതിന് ശേഷം ബാക്കി പാത്രങ്ങളെല്ലാം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അവിടെ ഒതുക്കി വന്നതിൻ്റെ പാത്രങ്ങളെല്ലാം എടുത്ത് അതെല്ലാം ഒന്ന് കഴുകിയേക്കാമെന്ന് വെച്ചു. അങ്ങനെ അത് കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവനവിടെ എഴുന്നേറ്റ് കരച്ചിൽ കിട്ടും. ഞാൻ ഓടി ചെന്നപ്പോഴേക്കും എന്തോ കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ കറക്റ്റ് വണ്ടി കൊണ്ട് വെക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാൻ എടുക്കുന്നതിന് മുമ്പ് ഏട്ടൻ അകത്തേക്ക് കയറി അവനെ എടുത്തു. അങ്ങനെ ഏട്ടൻ ആ സാധനം എടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ടോ. പിന്നെ കാശിനെ ഉറക്കാൻ നോക്കിയിട്ടൊന്നും ഉറങ്ങിയില്ല. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് അവിടെ അടിക്കാം, നിലമൊക്കെ അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ കാശിക്കൂട്ടം വന്നപ്പോഴേക്കും ഞാൻ ആദ്യം നിലമൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ പോയിട്ടാണ് പാത്രം കഴുകി. അങ്ങനെ പിന്നെ കോഴിക്ക് കുറച്ച് തീറ്റ കൊടുക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ തുടച്ച തുണി ഒന്ന് കഴുകിയേക്കാന്ന് വെച്ചിട്ട് ആ ഒരു തുണി കഴുകാൻ എന്നെ സമ്മതിച്ചില്ല കേട്ടോ. കാരണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വഴക്ക് അല്ലെങ്കിൽ വിഷമൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തു പിടിച്ചിട്ട് ആ ഒരു തുണി മാത്രമല്ലേ ഉള്ളൂ, രാവിലത്തെ ബാക്കി അലക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പെട്ടെന്നൊന്ന് കഴുകിയിട്ടു. പിന്നെ ഇതാണ് കേട്ടോ, പെട്ടെന്നൊന്ന് ഒതുക്കി കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ അടുക്കള എങ്ങനെയുണ്ടെന്ന് പറയണേ, വൃത്തിയായെന്ന് പറയണേ കേട്ടോ. അങ്ങനെ കാശിക്കൂട്ടിന് കുറച്ച് കളിപ്പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചിട്ട്, ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങുന്ന വരെ കുറച്ച് സമയം അതും പിടിച്ചുകൊണ്ടിരുന്നോളും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി ഉറങ്ങാൻ നോക്കാൻ പോവാണ്, കാരണം പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ എന്ത് വീഡിയോ